ഹായ് ഹലോ, എല്ലാവരും ഓട്ടിട്ടോ സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. കണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം, കമൻറ്റ് അറിയിക്കണം, ഒക്കെ ചെയ്യണം. ഇതാ നിങ്ങൾ ഓട്ടിട്ടോ, ഇങ്ങനെ ഓട്ടിട്ടു കണ്ടോ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ രജി സാറില്ലേ, ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന രജി സാറ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. ഞാനും ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. ഇങ്ങനെയുള്ള ഇത് നമ്മുടെ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വേണ്ട. ആ നിയമത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിർത്തലാക്കുക. അത് നല്ല കാര്യമാണ്. ഞാനും അതിനോട് യോജിക്കുന്നു. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. കുറച്ച് ഭാഗം രജിസ്റ്ററിന്റെ വീഡിയോ. ഞാനൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ അത് എന്റെ ധാർമ്മികതയ്ക്ക് ഓട്ടം തട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടു വാക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇന്ന് സാംസ്കാരിക നായകന്മാരെയും നായികമാരെയും ഒന്നും കാണാൻ പറ്റുന്നില്ല. അവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. മൂല്യബോധവും സാംസ്കാരിക തനിമയുമുള്ള വ്യക്തികളുടെ എണ്ണം ഉണ്ടെങ്കിലും പലയിടത്തും നിശബ്ദത പാലിക്കുന്നു, ആരെയൊക്കെ പേടിച്ചിട്ട്. അങ്ങനെ മലയാളി, നമ്മുടെ സമൂഹം, നമ്മുടെ നാട് കുറച്ചു പേരുടെ അധപ്പതിച്ച പ്രവർത്തനങ്ങളാൽ പുതിയ തലമുറ നശിക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് രണ്ടു വാക്ക് പറയാൻ. കേട്ടല്ലോ നിങ്ങൾ സാറ് പറയുന്നത് കറക്റ്റ്. അത് പുതിയ തലമുറയെ നശിപ്പിക്കാനായിട്ട് കുറെ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളും യൂട്യൂബ് ചാനൽ നടത്തുന്നവർ തന്നെയല്ലോ, നമ്മളും ലൈവ് നടത്തുന്നവരാണ്, നമ്മളും സബ്സ്ക്രിപ്ഷനൊക്കെ ചെയ്യിക്കുന്നവരാണ്. പക്ഷേ ഈ സബ്സ്ക്രിപ്ഷൻ ഒരു വല്ലാത്ത സബ്സ്ക്രിപ്ഷനാണ്. ഇവര് മാത്രമല്ല, കുറെ പേരുണ്ട്, കുറെ പേര്. ഞാൻ എപ്പോഴും കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ചെറിയൊരു കാര്യം നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ യൂട്യൂബ് അത് ഒന്നുകിൽ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ചെയ്യും. പക്ഷെ ഇതിനൊക്കെ എന്താ യൂട്യൂബ് ഒന്നും ചെയ്യാത്തതെന്ന് ഞാനും വിചാരിക്കും. ഇതിനെയൊക്കെ എന്തിനാണ് യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നത്? ഇതൊക്കെ നിർത്തലാക്കേണ്ട കാലം കഴിഞ്ഞു. ആരും അതിൽ പ്രതികരിക്കുന്നില്ല. പക്ഷെ രജി സാറ് പ്രതികരിച്ചപ്പം എനിക്കും തോന്നി ഇതൊന്ന് പ്രതികരിക്കണമെന്ന്. ഇനി രജി സാർ പറയുന്ന നിങ്ങൾ കേട്ടു നോക്കൂ. ഏത് പാർട്ടിയിലാണെങ്കിലും അവർക്ക് സീറ്റ് മതി, അവർക്ക് കസേരകൾ മതി, അവർക്ക് അധികാരങ്ങൾ മതി. പക്ഷെ കുട്ടികൾ വഴിപിഴച്ചു പോകുന്നതിന് ശ്രദ്ധിക്കാൻ ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാഴ്ചയാണ്. സബ്സ്ക്രിപ്ഷൻ. ഏതോ ചിലർ ഒരു മാസം 10,000, 20,000 പേരുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാസം 40 ലക്ഷം, 50 ലക്ഷം, 60 ലക്ഷം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞും അതിനെ പ്രോത്സാഹിപ്പിച്ചല്ല, ആ വരുമാനം കാണിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികളിലേക്ക് പഠനത്തിന് താല്പര്യമുണ്ടാക്കാത്ത, ശരീരമനങ്ങി പണമുണ്ടാക്കാൻ താല്പര്യപ്പെടാതെ, ഉടായ്പിലൂടെയും സൂത്രത്തരത്തിലൂടെയും ശരീര പ്രദർശനങ്ങളിലൂടെയും പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ കാഴ്ചകൾ കണ്ടപ്പോ എനിക്ക് വളരെയധികം വിഷമം തോന്നി. ആരും പ്രതികരിച്ചു. എനിക്കും വിഷമം തോന്നിയിട്ടുണ്ട് പലരുടെയും വീഡിയോ കാണുമ്പോൾ. നമ്മളെല്ലാവരും യൂട്യൂബിലുള്ളവർ തന്നെയാണ്. നമ്മളെല്ലാവരും വീഡിയോസ് ചെയ്യുന്നവരാണ്. നമ്മളെല്ലാവരും ലൈവ് ചെയ്യുന്നവരാണ്. നമ്മുടെ ശരീരം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് അതിന് കാശ് ഈടാക്കുന്നതിന് അത് വേറെ, അതിനെന്താ പറയണ്ടേ? അതിന് പറയുന്ന പേര് വേറെയാണ്. പക്ഷെ ഞാനത് ഇവിടെ പറയുന്നില്ല. എനിക്ക് ചില വീഡിയോസ്, ചില ആൾക്കാരുടെ വീഡിയോസ് അബദ്ധവശാൽ നമ്മൾ ചെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്, മനഃപൂർവ്വം പോയി കാണുന്നതല്ല. കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അറപ്പും വെറുപ്പും തോന്നിയിട്ടുണ്ട്. എന്തിനാ ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഇവർക്കൊരു കുടുംബം ഇല്ലേ? ഇവർക്കൊരു ഫാമിലി ഇല്ലേ? മക്കളില്ലേ? ഭർത്താവില്ലേ? അച്ഛനും അമ്മയില്ലേ? ഇവരൊക്കെ കാണില്ലേ ഇത്? അവരൊക്കെ കാണുമ്പം ഇവര് എന്താണ് അവരുടെ കണ്ണിൽ? ഇവർ പിന്നെ എന്താണ്? നമ്മളൊക്കെ ആണെങ്കിൽ അവർ പിന്നെ നമ്മളെ ഫേസ് ചെയ്യാൻ പറ്റൂല, പോയി തൂങ്ങിച്ചാകണം. അല്ലാതെ നമുക്കൊന്നും അത്രയ്ക്കുള്ള തൊലിക്കട്ടിയൊന്നും നമുക്കില്ല. ഇത്രയും തൊലിക്കട്ടി പഠിച്ചോനി. ഞാനിത് എനിക്ക് ഈ രജി സാർ പറഞ്ഞോട് യോജിപ്പാണ്. ഗവൺമെന്റ് ഇതിനൊരു ബോർഡർ ഇടണം. എന്തൊക്കെ യൂട്യൂബിൽ വരണം,
എന്തൊക്കെ കാണിക്കണം, യൂട്യൂബിൽ എന്ത് വേണേലും കാണിക്കാം. പക്ഷെ ഇത് കുറച്ച് കടുപ്പമായി. ശരീര പ്രദർശനം പാടില്ല. ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ലൈവ് നടത്തി സബ്സ്ക്രിപ്ഷൻ ചെയ്യിക്കുന്ന ആ ഒരു സ്കീം അതെടുത്ത് കളഞ്ഞേ പറ്റൂ. അതിന് ഗവൺമെന്റ് മുൻകൈ എടുക്കണം എന്ന് മുൻകൈ എടുക്കണം. അത് രജി സാറിനോടൊപ്പം ഞാനും യോജിക്കുന്നു. നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രൂപത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. കാണട്ടെ നിങ്ങൾ എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നു എന്ന്. കണ്ടില്ല, ഞാൻ പ്രതികരണം നിർത്തിവെച്ചിരിക്കുകയാണ്, കുറച്ചിരിക്കുകയാണ്. താല്പര്യമില്ല. യാദവകുലം നശിച്ചപ്പോ ശ്രീകൃഷ്ണൻ മൗനമായി ഇരുന്നത് പോലെ. അതിന് എന്നെ കൃഷ്ണനാക്കിയെന്ന് നോക്കണ്ട. നിങ്ങൾ ഇനി ഈ വീഡിയോയുടെ അടിയിൽ വന്ന് ചാണകം വാരി എറിഞ്ഞാലും തെറി വിളിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് അവാർഡുകളും അംഗീകാരം പോലെ എനിക്ക് തോന്നുന്നു. എല്ലാം വേണം, നല്ല കാര്യങ്ങളെല്ലാം വേണം. പക്ഷെ വേണ്ടാത്ത കാര്യങ്ങൾ കൂടി വരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ തലമുറയിലെ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന UP സ്കൂളിലെയും ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾ, യുവതലമുറയിലെ ആൺകുട്ടികൾ ബഹുഭൂരിപക്ഷം പേരും, കുറെ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ജോലി ചെയ്യാതെ കുറെ ഉഡായിപ്പോടുകൂടി പണം ഉണ്ടാക്കുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾ അവരുടെ ഈ വീഡിയോകൾ രാത്രി 10 മണി 11 മണിക്ക് ശേഷം വെളുപ്പാങ്കാലം 1:30-2 മണി വരെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഷാള് താഴേക്ക് വീണാൽ, മുന്താണി താഴേക്ക് വീണാൽ, സൈഡ് തെരിഞ്ഞു നിന്നാൽ, അതുപോലെ തന്നെ ബ്ലൗസിനകത്തൂടെയുള്ള ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്വയം മ്ലേച്ഛമായ തരത്തിൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന കുറെ കുട്ടികളല്ല, കുറെ വ്യക്തികളുടെ എണ്ണം, കുറച്ച് സഹോദരിമാരുടെ എണ്ണം കൂടി വരുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സിനിമയിലോ സീരിയലുകളോ ക്യാരക്ടർ അഭിനയിക്കുന്നതിന് അന്തസ്സുണ്ട്. തിരക്കഥയ്ക്ക് അത് ആവശ്യമാണെങ്കിൽ അത് ഇംഗ്ലീഷ് സിനിമയായാലും മലയാള സിനിമയായാലും ഏത് ലാംഗ്വേജിലായാലും അവർ അത് പ്രദർശനം നടത്തുകയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ നന്നായി അഭിനയിക്കുകയോ ചെയ്യട്ടെ. അത് ധാർമ്മികത, അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. PKയിൽ അമീർ ഖാൻ പെർഫോം ചെയ്തത് പോലും ഒരു ക്യാരക്ടറിന്റെ ഒരു ഡ്യൂട്ടിയാണ്, അവ ആവിഷ്കാരമാണ്. പക്ഷെ ഇപ്പം രാത്രികാലങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠനമുറിയിലേക്ക് കയറി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ പാർട്ടികളായ പണത്തിന് ആസക്തി പിടിച്ച ശരീരം പ്രദർശിപ്പിക്കുന്ന കുറെ ആൾക്കാർ. ആരാണിവർ? ഇവര് കുടുംബജീവിതം നേരെ ചൊവ്വേ നടത്തുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് കുറച്ചുപേർ ഡൈവേഴ്സ് കഴിഞ്ഞവരാണ്. അവർക്ക് പുരുഷന്മാരോട് വൈരാഗ്യവും വെറുപ്പും മാത്രമാണ്. എങ്ങനെയും തന്റെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആൺകുട്ടികളെയും പുരുഷന്മാരെയും വേണമെങ്കിൽ ചില പെൺകുട്ടികളെ ഒക്കെ വീഴ്ത്തുന്ന തരികിട തന്ത്രങ്ങൾ. ചില സ്ഥലങ്ങളിൽ ഭർത്താക്കന്മാരായ പുരുഷന്മാര് തന്നെ ഇതിന് ക്യാമറ പിടിച്ചു കൊടുക്കുന്നു എന്നുള്ള ന്യൂസും ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇനി വേറെ ചില സ്ഥലങ്ങളിൽ എന്ത് കാണിച്ചും പണം ഉണ്ടാക്കുക, പണമാണ് പ്രധാനം, പണം ഉണ്ടായാൽ എല്ലാം നേടാൻ കഴിയുമെന്ന മിഥ്യാ ധാരണ മാത്രം. എന്റെ സഹോദരങ്ങളെ, പൊതുസമൂഹം നിങ്ങളെ കാണുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ ഒരു പട്ടിയുടെ വില പോലും സമൂഹത്തിൽ ഉണ്ടാവില്ല. ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഓർക്കുക. അവർ സ്വന്തം മക്കളെ, നിങ്ങളുടെ മക്കളെ ഏത് കണ്ണിലൂടെയായിരിക്കും കാണുക, എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയാൻ കഴിയില്ല. പണമില്ലെങ്കിൽ കഞ്ഞി കുടിച്ചാണെങ്കിലും, ഒരു വലിയ വരുമാനം ഇല്ലെങ്കിൽ ചെറിയ വരുമാനത്തിൽ അന്തസ്സായി ചമ്മന്തിയും കഞ്ഞിയും പയറും കഴിച്ചാണെങ്കിലും തന്റെ സംസ്കാരവും തന്റെ കുലീനത്വവും തന്റെ അഭിമാനവും നഷ്ടപ്പെടുത്താതെ ജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ ഒരുപക്ഷെ ഗുണം ലഭിക്കും. 2, ഇങ്ങനെ സമൂഹത്തിലെ ഒരുപാട് ആൾക്കാരുടെ കണ്ണുകൾ ദൃഷ്ടിദോഷം എന്ന് പലർക്കും അറിയാം. ഇങ്ങനെ തന്റെ ശരീരത്തിൽ സൗന്ദര്യം ദൈവം കൊടുത്തത് ഞാൻ വേദം പഠിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുപാട് പുണ്യം ചെയ്ത നല്ല വ്യക്തിത്വങ്ങളാണ് ഇന്ന് കൂടുതൽ സൗന്ദര്യത്തോടുകൂടി ജനിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അങ്ങനെ കിട്ടിയ ദൈവാനുഗ്രഹത്തോട് കിട്ടിയ സൗന്ദര്യങ്ങളെ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ആസക്തമായ കണ്ണുകളോടെയും മനസ്സുകൊണ്ടും ചിന്തിച്ച് പലരും ഈ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ പ്രദർശിപ്പിക്കുന്നവർ അറിയുന്നില്ല. ഒരുപക്ഷെ നാളെ ഇവർക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗാതി പീഡകൾ പിടിച്ച് ആശുപത്രിയിൽ ഈ പണം പോകുമെന്നും ഡോക്ടർമാർക്കും മെഡിസിൻ ഈ പണം പോകുമെന്നും ഒരു ബൈബിൾ വചനവും കൂടെ ഈസ്റ്റർ ആയതുകൊണ്ട് പറഞ്ഞങ്ങ് നിർത്താം. ബൈബിളിൽ യേശുദേവൻ പറയുന്നു, ഇനി കാണുന്നവരെ കുറിച്ചാണ് പറയുന്നത്, നിന്റെ കണ്ണുകൾ പാപം ചെയ്യുന്നുവെങ്കിൽ ആ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് കളയുക. കണ്ണുകളോടുകൂടി നീ നരകത്തീയിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നിനക്കേറെ നല്ലത് ഒരു കണ്ണെങ്കിലും ഇല്ലാതെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കൈകളും കാലുകളും പാപത്തിന് ഹേതുവാ. അപ്പം നിങ്ങൾ ആരൊക്കെ ഇതിനോടൊപ്പം യോജിക്കുന്നു? ഞാൻ ഇതിനോടൊപ്പം യോജിക്കുന്നു. ആ കൈകളോ കാലുകളോ നീ തന്നെ
ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യ ഗവൺമെന്റ് ഒക്കെ ഈ അടുത്ത കാലത്ത് പറഞ്ഞു, ഇങ്ങനെയുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സൈറ്റുകളും വ്യക്തികളുടെ വീഡിയോകളും ടെലഗ്രാമുകളും എല്ലാം കട്ട് ചെയ്യും എന്ന്. ചെറുതായി കട്ട് ചെയ്താൽ പോരാ, വളരെ വലുതായി തന്നെ കട്ട് ചെയ്തില്ലെങ്കിൽ എന്റെ പുതിയ തലമുറയിലെ കുട്ടികൾ ഏറെ പേരും പഠിക്കാൻ മടി കാണിച്ച് ഉഡായിപ്പിലൂടെ പണമുണ്ടാക്കുമെന്ന് മാത്രമല്ല, അവർ സൈക്കോളായി മാറി അവരുടെ ഭാവി ജീവിതം നശിച്ചു പോകും എന്ന് ഉൾക്കാഴ്ചയോടുകൂടി എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ഇത് വിളിച്ചു പറയുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ചിട്ട് എന്നെ തെറി വിളിക്കുക. ഐ ലവ് യു ആൾ. ഹാപ്പി ഈസ്റ്റർ. കറക്റ്റ്. ഞാനും പൂർണ്ണമായിട്ടും ഈ മനുഷ്യനോടൊപ്പം യോജിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിലും യോജിക്കുന്നില്ലെങ്കിലും, പോസിറ്റീവായാലും ശരി നെഗറ്റീവായാലും ശരി, നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ.